സ്വാഗതം. ITL World Junior Idol Season 2. എല്ലാവർക്കും അറിയാം ITL World Junior Idol Season 2ന്റെ 5th സ്റ്റേജ് ഓഫ് കോമ്പറ്റീഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോമ്പറ്റീഷനിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ബിജി ബാൽ, റിമി ടോമി ആൻഡ് അനൂപ് ശങ്കർ. Now let's move on to the competition mode. ITL World Junior Idol Season 2ന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമർ ശ്രീഹരി ആണ്. നൊസ്റ്റാൾജിയ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ഈ വേദിയിലേക്ക് നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ശ്രീഹരി. ശ്രീഹരിക്കുട്ട, ഹലോ. നല്ല ഐശ്വര്യമുണ്ട് കാണാൻ. ഇന്ന് ഏത് സോങ് ആമോ പാടാൻ പോകുന്നത്? മഞ്ഞക്കിളിയുടെ മുളിപ്പാട്ടുന്ന സോങ്ങാണ് പാടുന്നത്. ആഹാ, നൈസ് സോങ് സെലക്ഷൻ ശ്രീഹരി. നന്നായിട്ട് പാടണം, നല്ല മാർക്ക് വാങ്ങിക്കണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ. മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ. തിരിയഞ്ചും തെളിയുന്ന മിഴികളുണ്ടേ, ചിരിക്കുമ്പോൾ ചിലമ്പുന്ന ചിലങ്കയുണ്ടേ. വലങ്കയിൽ കുസൃതിക്ക് വളകളുണ്ടേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ. മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ. ഓ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ. മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ.
ഒരു പെർഫോമൻസ് ആയിരുന്നു ശ്രീഹരി. നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ ശ്രീഹരി. മോനു, ഈയിടെ ഒരു നല്ലൊരു വിശേഷം ഉണ്ടായെന്ന് ഞാൻ കേട്ടു. ശ്രീഹരിക്ക് എന്തോ ഒരു സ്കോളർഷിപ്പ് കിട്ടിയെന്ന്. ഇത്തവണത്തെ ഇമ്മാനുവൽ സിൽക്സിന്റെ സ്കോളർഷിപ്പ് കിട്ടിയായിരുന്നു. അത് എന്താണ്, എന്ത് ജൂനിയർ പെർഫോമൻസിന്റെ ഭാഗമായിട്ട് കിട്ടിയാണ്. ആഹാ, അപ്പൊ ശ്രീഹരിക്ക് വലിയൊരു കൈയടി കൊടുക്കാം. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. അപ്പം ജൂനിയർ ഐഡലിൽ വന്നത് വലിയൊരു അനുഗ്രഹമായി അല്ലേ ശ്രീഹരി? ഓക്കെ ശ്രീഹരി, അപ്പൊ നമുക്ക് ഈ പെർഫോമൻസിന്റെ കമന്റ്സ് അറിയാം. ബി ചേട്ടാ. ശ്രീഹരി നന്നായിട്ട് പാടി കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള പാട്ടാണ്. രവീന്ദ്ര മാഷിന്റെ കന്മദം എന്ന് പറയുന്ന സിനിമ ലോഹിതദാസ് ഡയറക്ട് ചെയ്ത സിനിമയാണ്. ഗിരീഷ് പുത്തഞ്ചേരിയാണ് എഴുതിയത്, ദാസ് സാറാണ് പാടിയത്. നന്നായിട്ട് പാടി, നല്ല എനർജി ഉണ്ടായിരുന്നു. ഇതിനകത്ത് ചെറിയ കുറവുകൾ പറയാവുന്നത് എന്താ വെച്ചാൽ പല്ലവി പൊതുവെ കുറച്ച് വീക്കായിരുന്നു. അനുപല്ലവിയും ചരണവും കുറച്ച് ക്ലാസിക്കൽ ഒരു രാഗം ബേസ്ഡ് ആയിട്ട് വന്നു. ശ്രീഹരി അത് ഭംഗിയായിട്ട് പാടുകയും ചെയ്തു. എന്നാൽ പോലും ചില ഏരിയകളിൽ കുറച്ച് ഫ്ലാറ്റായി എന്ന് എനിക്ക് തോന്നി. മഞ്ഞക്കിളിയുടെ ഒക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഒന്ന് പാടാമോ? ജസ്റ്റ് ഒന്ന് നോട്ട് കറക്റ്റ് ഇങ്ങനെ ഒരു സ്റ്റിക്കാറ്റോ പോലെയാണല്ലോ അത് വരുന്നത്. കറക്റ്റ് നോട്ടിൽ ഹിറ്റ് ആവണം അത്. നോക്കൂ. പിന്നെ മനസ്സിനുള്ളിൽ അങ്ങനെ പാടാം. അതല്ല, അങ്ങനെ ഇല്ല കേട്ടാ. മനസ്സിനുള്ളിൽ ഇത്രേ ഉള്ളൂ. മനസ്സിനുള്ളിൽ അങ്ങനെ ഇല്ല. അങ്ങനെ പാടിയില്ലേ മോൻ? ഒന്ന് നോക്കണം, കേട്ടു നോക്കണം കേട്ടോ. ക്ലാരിഫൈ ചെയ്യണം. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ. ഓരോ നോട്ടുകളും ഇങ്ങനെ മാറിക്കൊണ്ട് എല്ലാം കറക്റ്റ് ആയിട്ട് കറക്റ്റ് ആ നോട്ടുകളിൽ വരട്ടെ. ഒന്ന് നോക്കൂ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ. ചെറിയ വേരിയേഷൻ. അത് വെറുതെ കാഷ്വൽ ആയിട്ട് പാടുമ്പോൾ കറക്റ്റ് ആവും. ചിലപ്പോ സൂക്ഷിച്ച് പാടിയാൽ ചിലപ്പോ പോവും. എന്നാലും അതിനെ കുറിച്ച് ഒന്ന് ബോധർ ചെയ്യണം കേട്ടോ മോൻ. ഓക്കെ, ഗുഡ് ലക്ക്. ശ്രീഹരി ചേച്ചി, വയറ് ചാടിയതാണോ അതേ മുണ്ടും മടക്കി 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 വെച്ചേക്കുന്നതാണോ? മുണ്ടിന്റെയാണ് അല്ലെ? പിന്നെ നന്നായി പാടി, നന്നായി തന്നെ പാടി. കാരണം ദാസാറും പിന്നെ ഇതിന്റെ വേറെ വേർഷൻ രാധിക ചേച്ചിയും പാടിയിട്ടുണ്ട്. എക്കാലത്തെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണിത്. നൊസ്റ്റാൾജിയ റൗണ്ടിലല്ലേ നമ്മൾ വന്നേക്കുന്ന ഈ പാട്ട്. സാധാരണ ശ്രീഹരിയിൽ കാണുന്ന ഒരു ഈസിനെസ് ഈ പാട്ടിൽ ചേച്ചി കണ്ടില്ല. കുറച്ച് ടെൻഷൻ ആയിരുന്നു പല്ലവിയിലൊക്കെ മൊത്തത്തിൽ. എന്തൊക്കെയോ, അല്ലെങ്കിൽ എത്ര ടഫായ പാട്ടും വളരെ കൂളായിട്ട് എടുത്ത് പാടുന്ന ആക്ക് ഞാൻ അവിടെ കഴിക്കാൻ പോയപ്പോഴൊക്കെ കേട്ടു സന്ധി, ഇതൊരു 10 പ്രാവശ്യം കേട്ടു. പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോഴും മറ്റേ കൊലുസിന്റെ താനാ, ഇത് താനാ. ഞാൻ ആരാ ഈശ്വര. പിന്നെ എനിക്ക് മനസ്സിലായി ഈ സംഗതി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് ശ്രീഹരി ആയിരിക്കും എന്ന് ഞാൻ ഊഹിച്ച ശരിയായി. ആ ഭാഗമൊക്കെ തിങ്സ് ഒക്കെ കറക്റ്റ് ആയിരുന്നു. പക്ഷെ പല്ലവിയിൽ നമുക്ക് വേണ്ടത്ര കിട്ടണ്ട. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിലൊരു മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ. ഒരു ഫ്ലോ കിട്ടിയില്ല എന്ന് തോന്നുന്നു. മോൻ ഭയങ്കര ഒരു പിടിച്ച് 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 പാടുന്ന പോലെ തോന്നുന്നു. അവിടെ എന്താ ഇത്ര ടെൻഷൻ അടിക്കാൻ കാരണം? എന്താ അവിടെ തിങ്സ് ഇല്ലാത്തോണ്ടാണോ? അവിടെ എനിക്ക് വേണ്ടത്ര പയറ്റാനൊന്നും സംഭവം ഇല്ലാത്തോണ്ടായിരുന്നോ? പറഞ്ഞോ? ശ്രീഹരിക്ക് ശരിക്കും എങ്ങനത്തെ പാട്ട് പാടാനാണ് കൂടുതൽ ഇഷ്ടം? കുറെ സ്വരങ്ങളുള്ള എല്ലാ ടൈപ്പ് പാടാൻ ഇഷ്ടമുണ്ട്. ഇത് കുറച്ച് ടഫ്, കുറച്ച് ഈസി ആയി തോന്നിയെന്നൊരു വിഷമമുണ്ടോ മോനോ? അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം കേട്ടാ. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ആ പുലർക്കാല സന്ധ്യയെ മഞ്ഞാട മാറ്റി കൊടുക്കും. പിന്നെ എന്തൊക്കെയോ അതിന്റെ ഇടയിൽ വരുന്ന ഒരു എക്സ്പ്രഷനൊക്കെ എനിക്ക് ഇഷ്ടമായി. മെയിനായിട്ട് കുറച്ച് ലാസ്റ്റ് മൊത്തമൊക്കെ എവിടെയോ ഇച്ചിരി ടെൻഷൻ കിടക്കുന്ന പോലെ ഒരു ഒഴുക്ക് കിട്ടിയില്ല ആ ചേച്ചിക്ക്. കാരണം മോൻ അത്രയും നന്നായി പാടുന്ന ഒരു കുട്ടിയായോണ്ട് പറഞ്ഞു എന്നേ ഉള്ളു കേട്ടാ. ശ്രീഹരി രവീന്ദ്ര സംഗീതത്തിൽ പറഞ്ഞ മറ്റൊരു ജെം ഓഫ് മലയാളം സോങ് നന്നായിട്ട് പാടി ശ്രീഹരി. ആൻഡ് നൊസ്റ്റാൾജിയ റൗണ്ടിൽ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സോങ് ആണ്. മോന്റെ സിംഗിങ് എന്ന് കേട്ടപ്പോൾ പ്രധാനമായി എനിക്ക് തോന്നിയ സജഷൻ എന്താണെന്ന് വെച്ചാൽ മ്യൂസിക്കലി ഇൻക്രെഡിബിളി ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ് ശ്രീഹരി. എന്തും വളരെ ഈസി ആയിട്ട് പാടുന്ന ഒരു സിംഗറാണ്. എത്ര ടഫായ സംഗതിയാണെങ്കിലും അത് പഠിച്ച് പ്രതിഫലിപ്പിക്കാനുള്ള ഒരു കഴിവ് മോനിലുണ്ട്. ദാറ്റ്സ് എ ഗോഡ്സ് ഗ്രേസ്. ആക്ച്വലി ഗോഡ് ഗിഫ്റ്റഡ് സിംഗറാണ് സത്യം പറയുകയാണെങ്കിൽ. പക്ഷേ ഈ ഒരു പെർട്ടിക്കുലർ സോങ് സ്പെഷ്യലി നൊസ്റ്റാൾജിയ എന്നൊരു ഈ കാറ്റഗറിയിൽ പെടുത്തുമ്പോൾ മലയാളം പാട്ടുകളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ഈ ഒരു പാട്ട്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ കൈക്കുടന്ന നിറയെ തിരുമധുരം തരും, ഇങ്ങനത്തെ പാട്ടുകളൊക്കെ എടുക്കുമ്പോൾ വരുന്ന ഒരു ഫാക്ടർ അപ്പാർട്ട് ഫ്രം ദി
മ്യൂസിക്കൽ ഡീറ്റെയിലിങ്ങിനെ മാറ്റി നിർത്തിയാൽ അതിൽ ഉള്ള ഒരു സുഖമുണ്ട്, ഒരു സൗഖ്യമെന്ന് പറയും. അതാണ് ഈ പാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കൺവേ ചെയ്യേണ്ടത്. വളരെ പ്രത്യേകിച്ച് ഞാൻ മോനോട് നേരത്തെ പറഞ്ഞിരുന്നു, മ്യൂസിക്കലി അനുപല്ലവിയുടെ തുടക്കത്തിലും ചരണത്തിന്റെ തുടക്കത്തിലും രണ്ട് ഉഗ്രൻ സംഗതികളുള്ള പാട്ടാണ് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടാണ്. പക്ഷെ പല്ലവി അവസാനിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. ഒരു നിറഞ്ഞ മനസ്സോടുകൂടി ദാസേട്ടൻ പാടുന്ന ഒരു സുഖമാണ് നമുക്ക് കിട്ടാറല്ലേ. ഒരുപാട് സ്വപ്നം കാണും മനസ്സിൻ പുണ്യമായി. അപ്പൊ ആ ഒരു സുഖം അല്ലെങ്കിൽ ആ ഒരു സൗഖ്യം കുറച്ചുകൂടി നമുക്ക് കിട്ടാമായിരുന്നു എന്ന് തോന്നി. അപ്പോൾ ഒരു സജഷൻ കൂടി, പല്ലവിയിൽ ഈ മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാരിക്കാവടി ചിന്തുണ്ടേ, ഈ സ്ഥലങ്ങളിൽ ഈ ഇണ്ടേ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു എക്സ്ട്രാ അകാരം കയറി വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് വിബ്രാറ്റോ അല്ല, ഒരു സംഗതിയും കൂടി അതിലൊരു നോട്ടും കൂടി എക്സ്ട്രാ കയറി വരുന്നത് പോലെ തോന്നി. അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു ചെറിയൊരു ചുമ എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം, വിജയബാലേട്ടൻ പറഞ്ഞ പോലെ. അപ്പൊ ആ ഒരു അഡീഷണൽ ഇത് വേണ്ട. ഒന്നുകൂടി പാടാമോ മോനെ? ഒന്ന് ക്ലാരിഫൈ ചെയ്ത് പാടാൻ പറ്റുമോ? മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ. വീണ്ടും വന്നു. ഇപ്പൊ ആ ഒരു സംഗതി വീണ്ടും അതില്ലാതെ വേണം. യു ഹാവ് ടു ട്രൈ ഇറ്റ് ആക്ച്വലി. അത് വേണ്ട. ഈ ഒരു സംഭവം ഇതെല്ലാ പാട്ടിലും സ്വന്തം സംഭാവനയാണ് അല്ലെ? അപ്പൊ അതില്ലാതെ ഇരിക്കട്ടെ എന്റെ ഒരു ഐഡന്റിറ്റി. ഓക്കെ, ഐഡന്റിറ്റി വൈസ് ഇസ് ഫൈൻ. പക്ഷെ നമ്മളൊരു കമ്പോസിഷൻ ഓൾറെഡി ഒരാൾ പാടി ബെഞ്ച് മാർക്കാക്കി വെച്ചിരിക്കുന്ന ഒരു പാട്ട് നമ്മൾ റിപ്ലേസ് ചെയ്യുമ്പോൾ അത് ഒറിജിനൽ പോലെ പാടുമ്പോഴല്ലേ അതിന്റെ ഒരു പെർഫെക്റ്റ് റിസൾട്ട് കിട്ടാം. അപ്പൊ ആ ഒരു കാര്യം. ബാക്കിയെല്ലാം കൊണ്ട് തന്നെ അങ്ങനെ ഭയങ്കര തെറ്റുകൾ എടുത്ത് പറയാനുള്ള പെർഫോമൻസ് കാര്യങ്ങളൊന്നുമില്ല ഈ പാട്ടിൽ. നന്നായിട്ട് തന്നെ മോൻ പാടി. ഈ രണ്ട് കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു അറ്റൻഷൻ കൊടുത്താൽ ഇനി നന്നാക്കായിരുന്നു എന്ന് തോന്നി. സോ ഗീവ് ഇമ്പോർട്ടൻസ് ടു ദി എന്താണ് ആ പാട്ടിന്റെ സുഖം, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി ലയം അത് നിറച്ച് പാടുമ്പോൾ നമുക്കും ഇത് കേൾക്കുന്നവന് ഈ നൊസ്റ്റാൾജിയ എന്ന ഫീൽ അത് പെർഫെക്റ്റ് ആയിട്ട് റെൻഡർ ചെയ്യും. അതുകൊണ്ടാണ്. ഓക്കെ, അനു പറഞ്ഞ ആ പ്രത്യേകിച്ച് ആ ലൈന്, ഒരുപാട് സ്വപ്നം കാണും മനസ്സിൻ പുണ്യമേ, അതൊക്കെ ഒരു കുറച്ചുകൂടെ ഒരു ഉള്ളിൽ മോന്റെ ശ്രദ്ധ മുഴുവൻ ഈ തിങ്സ് എങ്ങനെ നന്നാക്കും എന്നുള്ളതിൽ കവിഞ്ഞ് ഈ വരിയൊക്കെ നമ്മൾ നല്ല ഉൾക്കൊണ്ട് കുറച്ചുകൂടെ ഫീൽ കൊടുത്ത് പാടാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ ശ്രീ, അതായിരുന്നു മെയിൻ കറക്ഷൻ ആയിട്ട് പറയാനുള്ളത്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. ശ്രീഹരി, ജഡ്ജസ് പറഞ്ഞൊക്കെ കേട്ടില്ലേ? കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് മാർക്സ് അറിയാം. അനുവേട്ട ഓൺ 30. മോനെ ഞാൻ 27.25 on 30. സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് 3.5 on 4. താങ്ക് യു അനുവേട്ട. ഞാനും 27.25. ഇനി നമ്മൾ കൂടുതൽ മാർക്ക് അടുത്ത റൗണ്ടിൽ മേടിക്കണം. ഇപ്പോൾ 3-ല് 2.25. താങ്ക് യു റിം ചേച്ചി. ശ്രീഹരി 27 on 30. എക്സ്പ്രഷന് 2.25. താങ്ക് യു ബിജേട്ടാ. മോനു, your total score is 89.5 on 100. ശ്രീഹരി ഒന്ന് ഡൗൺ ആയി അല്ലേ? കുഴപ്പമില്ല. ഇനി ഫിഫ്ത് സ്റ്റേജിൽ ഇനിയും പെർഫോമൻസുകൾ ബാക്കിയുണ്ടല്ലോ. അപ്പൊ അതില് ജഡ്ജസ് പറഞ്ഞതൊക്കെ കറക്റ്റ് ചെയ്ത് വന്ന് കാണിച്ചു കൊടുക്കണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ശ്രീഹരി.